ഈ ലൈംഗികപരമായി ചെറുപ്പത്തിൽ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ കനി കുസൃതി എന്ന് പറയുന്ന നടിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അവർ ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അവര് കുറെ കഴിഞ്ഞപ്പോ അവര് പാർട്ട്ണറിന്റെ അടുത്ത് പറയുന്നത് അന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഐ വാസ് ഫീലിംഗ് വെരി ഗുഡ് എന്നായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാവോ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അതെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ അടുത്ത് വന്ന കേസുകളിൽ സെക്ഷൽ അബ്യൂസ് ഹൈപ്പർ സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് അവർ ചിലപ്പോൾ അവർക്കൊരു രസം കിട്ടിയിട്ടുണ്ടാവും, ഒരു പ്ലഷർ കിട്ടിയിട്ടുണ്ടാവും, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മൂഡ് ആ ഒരു ഏജിൽ ഫസ്റ്റ് ടൈമിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അത് ബ്രെയിനിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പിന്നീട് അതേ മൂഡ് മോർ എന്ന് ബ്രെയിനിൽ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാവും. ഈ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടതും യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈവൻ സ്ത്രീകൾ ഉൾപ്പെടെ ഹൈപ്പർ സെക്ഷൽ ഡിസയറിലേക്ക് വന്നിട്ടുള്ള കേസുകളുണ്ട്. സെക്ഷനോട് അവർഷം മാത്രമല്ല, ഓവർ സെക്സിലേക്കുള്ളൊരു താല്പര്യവും വന്നിട്ടുണ്ട്. ഇതുപോലെ ഹൈപ്പർ സെക്ഷനിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്ന മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള അധികം പേർക്കും സെക്സ് ഡ്രൈവ് ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ ബൈപോളാർ ഡിസോർഡറിലുള്ള ആൾക്കും സെക്ഷൽ ഡ്രൈവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ചില മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് സെക്സ് ഡ്രൈവ് ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ സെക്സ് ഡ്രൈവ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അവർ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്ന് അതിനെ പറയും ഇൻ വുമൺ. അപ്പോൾ അവരുടെ പോലും കൺട്രോളിലില്ലാത്ത സെക്ഷലായിട്ടുള്ള അമിതമായ താല്പര്യം വരുന്നു. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സാധാരണ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതിനോടൊപ്പം തന്നെ ചില കേസുകൾ മെഡിക്കേഷനും ആവശ്യമായിട്ട് വരും. കാരണം ഹോർമോണൽ ചേഞ്ചസ് അമിതമായിട്ട് വരുമ്പോൾ ആൻറ്റി ആൻഡ്രോജൻ പോലത്തെ മെഡിക്കേഷൻസും ആൻറ്റി ഡിപ്രസൻറ്റ് പോലത്തെ മെഡിസിൻസും കൊടുക്കേണ്ടി വരും. കാരണം ചിലരിൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ അമിതമായിട്ട് സ്ത്രീയിൽ കൂടിക്കഴിയുമ്പോൾ ഈ ഒരു ഹൈ ടെൻഡൻസി, ഈ ഒരു മൂഡ് ഹൈ ഡ്രൈവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്.